തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള നയം ഇതിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ വി ഡി സതീശൻ നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ മുഴുവൻ ഭാഗവും നിങ്ങൾ കേട്ട് കാണില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ മുഴുവൻ ഭാഗവും കേട്ടുകഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് അതിലൂടെ വളരെ കൃത്യമായി പറയാൻ ശ്രമിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ബോധ്യപ്പെടൽ. ഞാൻ ഈ പത്രത്തിൽ അല്ലെങ്കിൽ ഈ ഓൺലൈൻ മീഡിയയിലൊക്കെ ഈ വാർത്ത വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം ഒന്ന് എടുത്ത് കേട്ടു. വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് CPM ഇത്തരത്തിലൊരു റിവേഴ്സ് ഗിയറിൽ പോകുന്നത്. അദ്ദേഹം ഈ പറയുന്ന ആയുർമന്ദിർ ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കിയ പദ്ധതിയെക്കുറിച്ചും അദ്ദേഹം അതിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. കാരണം കേന്ദ്രത്തിൻ്റെ ഫണ്ട് വാങ്ങി ഞങ്ങൾ ഒരു തരത്തിലും ഇതിൽ ആരോഗ്യരംഗത്ത് മാറ്റമുണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് നിരന്തരം പറഞ്ഞു വെച്ചിരുന്ന ആളുകൾ ഇപ്പോൾ ഇന്ന് രാവിലെ പോലും ഞാനൊരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോയപ്പോൾ അതിൻ്റെ പുറത്ത് വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് ആയുർമന്ദിർ എന്ന് തന്നെയാണ്. അതും കേരളത്തിൽ നിൽക്കുന്ന ഒരു വളരെ കുഗ്രാമത്തിലെ ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിലും അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ റിവേഴ്സ് ഗിയർ ഇടുന്ന സർക്കാരിൻ്റെ നയങ്ങളെ പറ്റിയാണ് വളരെ കൃത്യമായി ശ്രീ വി ഡി സതീശൻ പറഞ്ഞു വെച്ചത് എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അതിൽ വ്യക്തത കുറവുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പത്രസമ്മേളനം മുഴുവൻ ഒന്ന് കണ്ടു നോക്കേണ്ടിയിരിക്കുന്നു. വളരെ കൃത്യമായി നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ശ്രീ KC വേണുഗോപാൽ പറഞ്ഞ അതേ നയം തന്നെയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയോടുള്ള നയത്തിൽ ഒരു നിമിഷം NEP-യോടുള്ള നയത്തിൽ സതീശനും KC വേണുഗോപാലിനും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെന്ന് ആരും പറഞ്ഞില്ല. NEP-യോടുള്ള നയത്തിൽ അവർക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല. പക്ഷേ PM ശ്രീ ഫണ്ട് വാങ്ങുന്നതിലൂടെ NEP വളഞ്ഞ വാതിലൂടെ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് ഒരു ധാരണാപത്രത്തിലൂടെ കേന്ദ്രം ചെയ്യുന്നത്. അപ്പോൾ PM ശ്രീ ഫണ്ട് വാങ്ങാൻ തീരുമാനിച്ചാൽ അതിൽ എഴുതി കൊടുക്കുന്ന MOU ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം വളഞ്ഞ വാതിലൂടെ വരും. അപ്പോൾ പണം കിട്ടട്ടെ, അത് വളഞ്ഞ വാതിലൂടെ വന്നോട്ടെ എന്നാണോ സതീശന്റെ ആഗ്രഹം? സ്വാഭാവികമായും. കാരണം നമുക്കറിയാം ഒരിക്കലുമല്ല. അതിലൊരു വളരെ കൃത്യമായി അതിൻ്റെ ക്ലോസുകളിൽ വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുമ്പോൾ നിങ്ങൾ NEP-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിബന്ധനകൾ കൃത്യമായി പാലിക്കേണ്ടി വരും എന്നുള്ളത് അതിൻ്റെ ക്ലോസുകളിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണെന്ന് നമുക്കറിയാം. അപ്പം ഇത്രയും കാലം ഞങ്ങൾ സംഘപരിവാറിനെതിരാണ്, ഈ രാജ്യത്ത് സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ ഞങ്ങളേ ഉള്ളൂ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ, ദേശാഭിമാനിയിൽ മുഖപത്രം എഴുതുന്ന ആളുകൾ, നാഴികയ്ക്ക് 40 വട്ടം ഇതാണ് ഞങ്ങളുടെ നയം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ആളുകൾ കേവലം ഒരു 1500 കോടി രൂപയ്ക്ക് വേണ്ടി, ഞാൻ അതിനെ 1500 കോടി രൂപ ഒരു മോശം തുകയാണ് എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്. അത് നമ്മളെയൊക്കെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ബജറ്റ് ഉൾപ്പെടെ നമുക്കറിയാം. 2 ലക്ഷം കോടി രൂപയുടെ ബജറ്റ് പ്രഖ്യാപിക്കുന്ന, അതുമായി പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഈ 1500 കോടി രൂപയ്ക്ക് നേരത്തെ ശ്രീ അജിംസി എന്നെ ചോദിച്ചതുപോലെ എന്താണ് ഈ 1500 കോടി രൂപ കൊണ്ട് ഇവിടെ ചെയ്യാൻ കഴിയുക? ഇനി ഈ പറഞ്ഞതുപോലെ ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ, PM ശ്രീ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ 1500 രൂപ കിട്ടുമോ എന്നുള്ളത് പോലും എന്താ പറയുക, സംശയത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ SSIയുടെ ഫണ്ട് കിട്ടാനാണ് എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന വാദം നേരത്തെ ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ SSIയുടെ ഫണ്ടൊക്കെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് വാങ്ങിയെടുത്തത് എന്നൊക്കെ വളരെ കൃത്യമായി ഈ നാട്ടിലെ നീതിന്യായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് 2 തരത്തിലുള്ള സർക്കാരുകൾ പിടിച്ചുകൊണ്ടുള്ള മാർഗങ്ങൾ. സംസ്ഥാന സർക്കാർ PM ശ്രീ ഫണ്ട് വാങ്ങണോ വേണ്ടയോ എന്നുള്ളതാണ് തർക്കം. വാങ്ങിക്കഴിഞ്ഞാൽ പിൻവാതിലൂടെ NEP വരും. നോക്കൂ, ഇപ്പോൾ കർണാടക സർക്കാർ PM ശ്രീ ഫണ്ട് വാങ്ങുന്നുണ്ട്, അത് ചെലവഴിക്കുന്നതിനെ കുറിച്ചുള്ള തർക്കങ്ങൾ വേറെയുണ്ട്. അപ്പോൾ വളഞ്ഞ വാതിലൂടെ NEP അവിടെ വരുന്നതിൽ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിന് പ്രശ്നമില്ല. കേരളത്തിൽ അത് പ്രശ്നമാണ്. സതീശനാകട്ടെ നമുക്ക് MOU സൈൻ ചെയ്യാം, NEP-യെ എതിർത്താൻ മതിയല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ നയപരമായൊരു തീരുമാനം എടുക്കുന്നതിൽ വ്യക്തത കുറവുണ്ട് കോൺഗ്രസിന്.